ബാൻഡ് തന്നെ ചൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ബാൻഡ് ഓൾറെഡി ആൾക്കാരാണ് ബാൻഡ് ഉണ്ടാക്കിയത്. അങ്ങനെ തന്നെ സിനിമയും ഒരു എന്താ പറയും, സിനിമ വന്നു അപ്പോൾ ചെയ്തു. കുറേ ഓഫേഴ്സ് എനിക്ക് കിട്ടിയിരുന്നു മ്യൂസിക് മോജോ സീസൺ കഴിഞ്ഞിട്ട്. അപ്പോൾ തന്നെ എനിക്ക് കുറേ ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി സഡൻലി ഒരു ഫെയിം കിട്ടി, കുറേ മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം, സിനിമയ്ക്ക് വേണ്ടിയും ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 1 at a time എന്ന രീതിയിൽ ഇപ്പോൾ പാട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം, ഷോസ് ചെയ്യാം. 2 കൊല്ലം ഞങ്ങൾ ഓൾമോസ്റ്റ് കുറേ ഷോസ്, മോർ ദാൻ 400-500 ഷോ, കുറേ ഷോസ് ഓൾറെഡി ചെയ്തു ഞങ്ങൾ. ആൻഡ് ആ സമയത്ത് 16 to 20 ഷോസ് ആൻഡ് ഓൾ വി ഡിഡ് ഇൻ എ മന്ത്. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സമയം തരാൻ പറ്റിയില്ല ആ സമയത്ത്. നൗ വി ടുക്ക് എ ഗ്യാപ്പ്. ഞങ്ങളുടെ പുതിയ ആൽബം നവരസം വരുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഗ്യാപ്പ് എടുത്തിരുന്നു ഫ്രം ഷോസ് ആൻഡ് ഓൾ. അപ്പോൾ ആ സമയം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്തത്. VKP സാറിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹീ ഈസ് മോർ യങ്ങർ ടു മീ. ഐ മീൻ ഭയങ്കര യങ് ആണ്, യങ് ബൈ ഹാർട്ട്. ആൻഡ് ഫുൾ ടൈം എൻജോയ്മെൻ്റ് ആണ്, ഫുൾ ടൈം കളി ചിരിയൊക്കെയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ അഭിനയിക്കുകയാണ്, അതോ ആ പ്രഷർ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് വെരി ഈസി ഗോയിങ്. നമ്മുടെ കംഫർട്ട് സോണിലായിരുന്നു എല്ലാം. ചില സ്ഥലത്തൊക്കെ ചില സീൻസൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ VKP സർ മേഡ് ഇറ്റ് ഷോ ദാറ്റ് ഐ ഫീൽ കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് വാസ് വെരി ഫൺ വർക്കിംഗ് വിത്ത് ഹിം. എനിക്ക് എല്ലാവർക്കും അറിയാലോ, ഞാൻ ബോംബെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് അത്ര ആരെ പരിചയമില്ല. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അഞ്ജലി ചേച്ചി എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, നീ എപ്പോഴെങ്കിലും സിനിമ ചെയ്യുമ്പോൾ നല്ല ഡയറക്ടറിൻ്റെ കൂടെ തന്നെ ചെയ്യണം, ചുമ്മാ വെറുതെ ചെയ്യല്ലേ എന്നൊരു ഇത് പറഞ്ഞിരുന്നു എന്നോട് സംസാരിച്ചപ്പോൾ. അപ്പോൾ VK പ്രകാശ് സാറിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, കുറേ സീനിയർ ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ VKP സാർ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഞാൻ ചെയ്യാം എന്നൊരു രീതിയിലായിരുന്നു. ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു, കാരണം എനിക്ക് പേഴ്സണലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ക്യാമറ എങ്ങനെ ഫേസ് ചെയ്യും, ഇത്ര ആൾക്കാരുടെ മുമ്പിൽ ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റുമോ തന്നെ അറിയില്ലായിരുന്നു. എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, കുല്ലൂർ മാഷാണ് വർക്ക്ഷോപ്പ് എടുത്തത്. അപ്പോൾ അതിൽ തന്നെ കുറേ ഇൻഹിബിഷൻസ് മാറി കിട്ടി, കുറച്ച് കോൺഫിഡൻസ് കൂടി. പിന്നെ സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, കാരണം VKP സാർ അഭിനയിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ VKP സാർ പറയും, നീ ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി, നീ നിൻ്റെ രീതിയിൽ ഇപ്പോൾ നീ സംസാരിക്കണ പോലെ തന്നെ നീ ഇങ്ങനെ തന്നെ നീ ബിഹേവ് ചെയ്താൽ മതി, ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു VKP സാർ മൊത്തം എന്നെ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഭയങ്കര കംഫർട്ട് സോണായിരുന്നു എനിക്ക്. പിന്നെ അനന്ത് എബ്രഹാം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ലൈഫ് എൻജോയ് ചെയ്യണ ഒരു ആളാണ്. ഞാൻ എന്നെ സിദ്ധാർത്ഥ് മേനൻ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചൊരു ഷൈയും കുറച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അത്ര സംസാരിക്കുന്നില്ല. പക്ഷെ അനന്ത് എബ്രഹാം ഈസ് ടോട്ടലി ഓപ്പോസിറ്റ് ടു ദാറ്റ്. സോ അതെനിക്കൊരു ചാലഞ്ചായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ഐ ഹാവ് ഡൺ ഫൈൻ ജോബ്. ആഗ്രഹം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഒരു പ്രാവശ്യം അഭിനയിച്ച് ട്രൈ ചെയ്യാം എന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞാനൊരു ഭയങ്കര അമീർ ഖാൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം അഭിനയിച്ചൊന്ന് ട്രൈ ചെയ്യണം എന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞാനും എൻ്റെ ബാൻഡ്മേറ്റ് അനീഷ്, ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ഇങ്ങനെ റൂമിലൊക്കെ കുറേ സെൽഫ് അങ്ങനെ ഞങ്ങൾ അഭിനയിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താലോ എന്നൊരു ഇതുണ്ടായിരുന്നു എപ്പോഴും മനസ്സിൽ. പിന്നെ എന്നെ സ്വന്തം മോണിറ്ററിൽ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. അതെ, കുറച്ച് ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് ഈസിയാണ് എനിക്ക്, കാരണം എനിക്ക് അറിയാം അവിടെ എന്ത് വേണം, കുറച്ച് ഇൻപുട്ടൊക്കെ ഇടാം. അപ്പോൾ അങ്ങനത്തെ ഇത് നോക്കിയാൽ ഈസിയാണ്. പക്ഷേ ഫൈനലി എൻ്റെ ശബ്ദം വരുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ശബ്ദമായിട്ട് മാറും. അപ്പോൾ അത് എങ്ങനെ ഇവിടെ സൂട്ട് ചെയ്യുമോ, കാരണം മലയാളം ആക്ടേഴ്സിനൊക്കെ നോക്കിയാൽ, ഇവിടുത്തെ ആക്ടേഴ്സ് നോക്കിയാൽ എല്ലാം ഭയങ്കര കട്ടിയുള്ള ശബ്ദം, ഭയങ്കര ഒരു എന്താ പറയും, ഒരു പറയില്ലേ, ഒരു മാനിസം, ഒരു ഭയങ്കര അങ്ങനത്തെ ശബ്ദമാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ ആ ശബ്ദം എനിക്കുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ ഇവിടെ എന്നെ അറിയണതും എൻ്റെ ശബ്ദത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് പീപ്പിൾ അക്സെപ്റ്റ് മൈ വോയിസ് ടു ഇൻ ദ ഫിലിം. ഇല്ല, ഈ സിനിമയ്ക്ക് തൈക്കുടം ബ്രിഡ്ജ് ഒന്നും ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ 3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രശാന്ത് പിള്ളൈ, M ജയചന്ദ്രൻ സർ ആൻഡ് രഞ്ജിത്ത് മേലപ്പാട് വന്നിട്ട്. രഞ്ജിത്ത് മേലപ്പാടാണ് പ്രോമോ സോങ് ചെയ്തത്. അപ്പോൾ തൈക്കുടം ബ്രിഡ്ജിൻ്റെ സത്യം പറഞ്ഞാൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല ഇതിൽ. പുറത്ത് നോക്കിയാൽ ഒരു ഫിലിമിൽ പാട്ടുണ്ടാവാറില്ലല്ലോ. പാട്ടുണ്ടെങ്കിൽ ആ ആക്ടർ തന്നെ പാടിയ പാട്ടായിരിക്കും. അങ്ങനെ സാധാരണ പാട്ടുണ്ടാവാറില്ല. പിന്നെ ഒരു വേറെ സെപ്പറേറ്റ് ആയിട്ട് ആൽബമായിട്ടാണ് പാട്ടുകൾ വരുന്നത്. പക്ഷെ ആ ട്രെൻഡ് ഇല്ല നമ്മുടെ മലയാളത്തിൽ. ഒരു പടം തന്നെ ഹിറ്റാവണത് ചിലപ്പോൾ ഒരു പാട്ടുകാരനായിരിക്കും.
അപ്പോൾ അതൊരു പ്രൊമോഷൻ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ പടങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. അത് തന്നെയാണ് തൈക്കുടം ബ്രിഡ്ജിൻ്റെ ലക്ഷ്യം എന്ന് പറയാം. കാരണം ഞങ്ങൾ സിനിമ ഒരു സിനിമ ചെയ്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമ ചെയ്യില്ല എന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാരണം വി ഓൾവേസ് വാണ്ടഡ് ടു ബി ആൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് ആൻഡ് സിനിമ ഒരു വഴിയിൽ പോണു, ഞങ്ങളൊരു പാരലൽ വഴിയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ കേട്ടു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അവാർഡ്സും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് നൈസ്, സംതിങ് ടു ബി സംതിങ് വിച്ച് ഇസ് എൻകറേജിങ്. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഫേസ്ബുക്ക് കാരണം എല്ലാവർക്കും മ്യൂസിക് ഉണ്ടാക്കാം, എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞങ്ങൾ തൈക്കുടം ബ്രിഡ്ജ് ഇപ്പോൾ ചെയ്യണത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് തന്നെയാണ്. ഞങ്ങൾ ഒറിജിനൽ പാട്ടായിട്ട് വരുന്നുണ്ട് നവരസം എന്ന ആൽബത്തിൽ. അപ്പോൾ വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ നോർമൽ തിങ് വിച്ച് ഇസ് ഹാപ്പനിങ്.